நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாதியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாதியமாகுமே. நிறவே நீ வாழுமே, நிறவே நீ வேண்டுமே, நிறவே நீ போதுமே. ஆவியானவரே நிறவே நீ வாழுமே, நிறவே நீ வேண்டுமே, நிறவே நீ போதுமே. ஆவியானவரே நிறைவான ஆவியானவரே, நீ வரும்போது குறைவுகள் மாறுமே. நிறைவான ஆவியானவரே, நீ வரும்போது குறைவுகள் மாறுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாதியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாதியமாகுமே. நிறவே நீ வாழுமே, நிறவே நீ வேண்டுமே, நிறவே நீ போதுமே. ஆவியானவரே நிறவே நீ வாழுமே, நிறவே நீ வேண்டுமே, நிறவே நீ போதுமே. ஆவியானவரே நிறவே நீ வாழுமே, நிறவே நீ வேண்டுமே, நிறவே நீ போதுமே. ആവിയാനവരേ. ഹല്ലേലൂയ. ഞാൻ ആമുഖമായി പറയട്ടെ, നിങ്ങളോട് ചർച്ച ആരംഭിച്ചപ്പോൾ ഞാൻ അന്ന് ആ സൈഡിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഈ പുൽപ്പിറ്റി കയറി നിൽക്കും. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് എൻ്റെ കർത്താവിനെ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഞാൻ ആരോടും ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് എൻ്റെ റിജോനോട് പോലും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാ നമ്മുടെ ദൈവം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. ഒന്നുകൂടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം
നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മതി മതി മതി. ഹല്ലേലൂയ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ് നാഥാ. ആമേൻ. ഹല്ലേലൂയ. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ഞങ്ങളുടെ ഇടയിൽ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. ഹാലലൂയ. ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരിക അപ്പാ. ഹാലലൂയ. ദൈവമേ, കർത്താവ് അടിയനോട് സംസാരിക്കണമേ കർത്താവേ. ഹാലലൂയ. ഞങ്ങളൊക്കെയും അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോഴപ്പാ ഹാലലൂയ, ഞങ്ങളൊന്ന് നിറഞ്ഞ ഹൃദയത്തോടെ മടങ്ങിപ്പോകണം കർത്താവേ. ഒരു വന്നതല്ല കർത്താവേ, ഹാലലു വന്നതുപോലെയല്ല, ഒരു പ്രത്യേകത, ഒരു അനുഭവം, ഒരു പുതിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തന്ന് കർത്താവ് ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയുടെ മറവിൽ ഞങ്ങളെ നിർത്തണമേ കർത്താവേ. അഭിഷേകത്തിൽ ഞങ്ങളെ പൊതിയണമേ കർത്താവേ. ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സംസാരിക്കേണ്ടപ്പാ, കർത്താവ് തന്നെ സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ഹല്ലേലൂയ. ഞാൻ ഈ സഭയിൽ റിജോമോൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്താ കർത്താവെ പ്രസംഗിക്കേണ്ടത്. ഒരു മാസമില്ല, വളരെ ഞങ്ങളൊരു ടൈമിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ മകളോട് ഇവിടെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അന്ന് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ ദിവസം പ്രാർത്ഥിച്ച്. ഇതിനിടയ്ക്ക് കുറേ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലൊക്കെയും അറ്റൻഡ് ചെയ്തപ്പോഴൊന്നും എനിക്ക് ഒരു മീറ്റിംഗ് പറഞ്ഞത് ഞാൻ വളരെ റെയറാണ് അടുത്ത മീറ്റിങ്ങിൽ സംസാരിക്കാൻ പോകുന്നത്. കാരണം കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഇരിക്കെ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നമുക്കോ ഹല്ലേലൂയ ദൈവം തൻ്റെ ആത്മാവിനാൽ ഹല്ലേലൂയ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ വായിച്ചു പോകും. കണ്ണു കണ്ടിട്ടില്ലാത്ത ദൈവം തന്നെയല്ല കേട്ടോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. അതിൻ്റെ അത്ഭുതങ്ങളാ ഇന്ന് പകൽക്കാലം 7 പേര് ഇതിൻ്റെ നടുവിൽ നിൽക്കുന്നത് കണ്ടത് അല്ലേ? കുടുംബമായി ദൈവത്തെ അറിയുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരുവാൻ, ഹല്ലേലൂയ, മാത്രമല്ല അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം, കർത്താവിന് നന്ദിയോട് സ്തോത്രം. എന്നെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കും ഇതിനകത്ത്. ഷിനിമോൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഒത്തിരി പേർക്ക് എന്നെക്കുറിച്ച് അറിയാം. ഞാൻ നിങ്ങളുടെ സൂമിൽ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സാക്ഷ്യം പറയാനൊക്കെ എനിക്ക് മടിയാ. ഹല്ലേലൂയ. കാരണം ഞാൻ സാക്ഷ്യം പറയാനൊക്കെ ഞാൻ വന്ന വഴി ഒരു വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. എനിക്ക് ലജ്ജയായിരുന്നു എൻ്റെ സാക്ഷ്യം പറയാൻ. അപ്പോൾ എൻ്റെ കൂടപ്പിറപ്പ്, എനിക്ക് ധൈര്യമായിട്ട് പറയാം കൂടപ്പിറപ്പെന്ന്. കാരണം എൻ്റെ അപ്പൻ ആത്മീയ പിതാവിൻ്റെ മക്കളാ റിജോമോനും റീനായും. ഹല്ലേലൂയ. എൻ്റെ അമ്മയായി ഇതിൻ്റെ നടുവിലിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂടപ്പിറപ്പാണ് ജെസിമാമ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരി പറഞ്ഞു, നിൻ്റെ സാക്ഷ്യം നീ പറയാതിരിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കെന്താ സാക്ഷ്യം പറയുക. ഞാനും പറയട്ടെ, ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നത് എനിക്ക് പ്രത്യേക അനുഭവം കൊണ്ടൊന്നും അല്ല. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയെ വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. ആ പ്രായത്തിൽ അപ്പൻ്റെ അമ്മയുടെയും ഇഷ്ടം അനുസരിക്കാതെ ഇറങ്ങി അങ്ങ് പോയി. ഒത്തിരി തിക്ത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അനുക്കുട്ടിനെ പോലെ ഒരു പട്ടാളക്കാരൻ്റെ ഒക്കെ കൂടെ ഇറങ്ങിപ്പോയത് 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അവിടുന്ന് എല്ലാം റിസൈൻ ചെയ്ത് ഞങ്ങൾ നാട്ടിൽ ഇങ്ങ് പോരുന്നു. പോന്നിട്ട് അങ്ങനെ ജീവിച്ച് വരവെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക രോഗമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനു മുൻപേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വിവാഹിതയായി തീർന്നിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ ഞാൻ ഒരിക്കലും പറയുന്ന പോലെ യേശു ക്രിസ്തുവിനെ സ്വപ്നം കാണുവാൻ ഇടയിൽ തന്നെ ഭയന്നുപോയി. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് പിന്നെ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്ത അവസ്ഥയുണ്ടായി. സുഖമില്ലാതിരിക്കാൻ ഞങ്ങളുടെ ബേച്ചാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾക്കല്ല സുഖമില്ലാതിരിക്കാൻ, നിങ്ങൾക്ക് അസുഖമില്ലാത്തതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇടയിൽ തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗം വിട്ടൊഴിഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് ഒരു ഭയങ്കര പരീക്ഷണം ഉണ്ടായി ജീവിതത്തിൽ, ഭയങ്കര പരീക്ഷണം. ഹല്ലേലൂയ. ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. എന്നെ പോലെ ആരെങ്കിലും ഹല്ലേലൂയ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ
കർത്താവ് നമ്മളെ പണിയും കേട്ടോ. ഹല്ലേലൂയ. കാരണം കർത്താവ് നമ്മളെ പണിയും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയൊരു അനുഭവമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നത്. ഹല്ലേലൂയ. ഞാനിവിടെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ പറയുന്നത് എന്തായിരിക്കണം കർത്താവേ എന്ന്. ഈ വചനം എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ എങ്ങനെ പറഞ്ഞ് പറ്റിക്കും, ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഈ വിഷയമൊക്കെ വളരെ പ്രഗത്ഭന്മാരും കഴിവുള്ളവരും പ്രസംഗിക്കാറ്. ഞാൻ എന്ത് പറയാനാ ഇതിനകത്ത്. ഹല്ലേലൂയ. 2 വർഷം ബൈബിൾ കോളേജിലൊക്കെ പോയി BTH ഒക്കെ എടുത്തു കേട്ടോ. പക്ഷെ അതിലൊന്നും ഇത് കാര്യം നടക്കത്തില്ല. ഇവിടെ കയറിയുന്ന എനിക്ക് ബൈബിൾ കോളേജിൽ തിയോളജി പറഞ്ഞാൽ ഹല്ലേലൂയ ഇവിടെ ഒരു കാര്യം നടക്കത്തില്ല. ഇവിടെ ഡെഡ് ബോഡി മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ സമയമാം രഥത്തിൽ പാടുന്ന അതേ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും ഞാൻ തിയോളജി പറയാൻ നിന്നാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്ത് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നെ 2:1 മുതൽ അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. ഹല്ലേലൂയ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. ഹല്ലേലൂയ. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജ്ഞാനമോ കഴിവോ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എനിക്കറിയാം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ പ്രതികൂലങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, എൻ്റെ നിത്യജീവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ കണ്ടെത്തി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചപ്പോൾ ഹല്ലേലൂയ ഞാൻ കണ്ടില്ല എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട, എനിക്ക് വേണ്ടി മുറിവേറ്റ ഒരുവനെ ഞാൻ കണ്ടില്ല. ഞാൻ ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഭയങ്കര എരിവാ. ഹിന്ദു വിശ്വാസിയായിരുന്നപ്പോൾ അതിനകത്ത് ഭയങ്കര തീഷ്ണതയാണ്. അതിൽ നിന്ന് മർത്തമായിലേക്ക് വന്നപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, മക്കളെ സ്നാനം ഒന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സഭയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സഭ അല്ലയോ കുട്ട. ഹല്ലേലൂയ. എല്ലാവരെയും ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ മഹാദയവുണ്ട്. ഹല്ലേലൂയ. എത്ര കുഞ്ഞുങ്ങളെ സ്നാനം ശിശു സ്നാനമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചോ. ഹല്ലേലൂയ. അതിലുപരിയായി അതിന് ഇരട്ടി പേരെ സ്നാനത്തിൻ്റെ മുതിർന്ന സ്നാനത്തിൻ്റെ ക്ലാസ് എടുത്തു കൊടുക്കുക. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇടയാക്കി. അതൊക്കെ ദൈവത്തിന് എന്നോടുള്ള മഹാദയ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പറയും ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി സംസാരിച്ചാൽ തട്ടിയെടുത്ത് ദൂരെ കളയും. ചിലപ്പോൾ കർത്താവ് അവനെ അടിച്ചൊതുക്കി ഇതിനകത്ത് കൊണ്ടിടും. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരോട് ഏറ്റവും വലിയ വൈരാഗ്യം. പെന്തക്കോസ്തിനെ കണ്ടുകൂടാ. ഞങ്ങൾ രാവിലെ പറഞ്ഞതുപോലെ കമ്മലുമാല ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കമ്മലുമാല ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ. ഹല്ലേലൂയ. ഉള്ള കടകളിൽ നിന്നെല്ലാം ഡ്രസ്സിന് ചേർന്ന കമ്മലുമാലയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി അതിൻ്റെതായ രീതി നടന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നതാ ഒന്നുമില്ലാതെ ഹല്ലേലൂയ ഇവർ നിങ്ങളുടെ മുൻപിലായി നിൽക്കുകയാണ്. കമ്മലും വേണ്ട, മാലയും വേണ്ട, എൻ്റെ കർത്താവ് മാത്രം മതി. എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവളായി, കർത്താവിന് വേണ്ടി എല്ലാം ത്യജിക്കപ്പെട്ടവളായി കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുക. ഹല്ലേലൂയ. ദൈവമക്കൾ, ഇതൊക്കെ ഒരു പ്രത്യേക വിളിയാ കേട്ടോ, ഒരു പ്രത്യേക ശുശ്രൂഷ അതൊക്കെ. ഹല്ലേലൂയ. അപ്പം ചോദിക്കുക ഞങ്ങൾ കമ്മലുമാല ഇട്ടാൽ ഞങ്ങളെ വിളിക്കത്തില്ല. വിളിക്കുന്നേ. ഹല്ലേലൂയ. കമ്മലുമാല ഇട്ടാലൊക്കെ കർത്താവ് വിളിക്കും, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്കൊരു വേർപാടുണ്ട്. ഹല്ലേലൂയ. അതിന് മറ്റൊരു തലമുണ്ട്. ഈ തലമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇതിനപ്പുറമായൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് കർത്താവ് ഒരുക്കി തരും. ഞാൻ മർത്തമായിലിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഗീത ഈ ലെവലൊന്ന് മാറി പെന്തക്കോസ്തിലൊക്കെ ഇട്ട് മാറി നോക്ക്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞു. 99 ഒരു ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നിന്നും ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്നാനപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ ചിന്നമാമയും ജെസിമാമയും ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്ന് പെട്ടെന്ന് നമുക്ക് സ്നാനപ്പെടാമെന്ന്. ഒറ്റ ഓട്ടത്തിന് പോയി സ്നാനപ്പെട്ട് തിരിച്ചു പോരുന്നു. ഹല്ലേലൂയ. 99 മുതൽ 2015 വരെയും മൊത്തമായി ചവിട്ടി പിടിച്ച് നിന്ന് കേട്ടോ. ഹല്ലേലൂയ. ഇതാണ് കറക്റ്റ്. എനിക്കിവിടെ അന്യഭാഷയുണ്ട്, അഭിഷേകമുണ്ട്, ഭയങ്കര കൃപയാണ്, ഒന്നിനും കുറവില്ല. ജെസിയും ഗീത എന്ന് പറഞ്ഞ സെൻറ്റർ മുഴുവനും അറിയും. ഒന്നീ ജെസി അല്ല ഗീത. രണ്ടുപേരെ ആർക്ക് തിരിച്ചറിയത്തില്ല. രണ്ടുപേരെ കയറി ഇന്ന സ്റ്റേജ് തകർക്കുന്ന തട്ടുപൊളിപ്പൻ പാട്ടുമായിട്ട് നടന്നു.
ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ രണ്ടുപേരെ അങ്ങ് പിരിച്ചങ്ങ് പിണക്കി എടുത്തു. പിണങ്ങിയില്ല, ഞങ്ങളെ പിരിച്ച് രണ്ടുപേരും രണ്ട് ദേശത്ത് കൊണ്ടുവിട്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് 2015 റിജോമാൻ അല്ലേ, 2015 ഹല്ലേലൂയ, സഭയിൽ നിന്ന് പോയി. ഞാൻ ചെന്നു, കർത്താവേ മോനെ, മക്കൾ അവിടെ ചെന്നല്ല മക്കളെ പ്രസംഗിക്കേണ്ടത്, ഇവിടെയാ, തിരിച്ചു വരണം കേട്ടോ. ഹല്ലേലൂയ, ഒരിക്കലും പോരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മാമ്മ വളരെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു. 9-ാം മാസത്തിൽ ഹല്ലേലൂയ അമ്മ പ്രസവിച്ചു. 9-ാം മാസം കുഞ്ഞിനെ പ്രസവിച്ചിടുന്നത് പോലെ ഞാൻ നേരെ അങ്ങ് പോയി. എന്തൊക്കെ വന്നു, ദാ ഇവിടെ നിൽക്കുക. ഇപ്പോൾ ഹല്ലേലൂയ ആരുടെ കൂടാണെന്നറിയാമോ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്? എൻ്റെ അമ്മാമ്മ പറഞ്ഞു 12 വർഷമായി അതെ ഒരിക്കലും യോജിച്ചു പോകത്തില്ലെന്ന്, ഒരുമിച്ച് ഒരു റൂട്ടിൽ പോകത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നയാ. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഒരു പണി അങ്ങ് പണിഞ്ഞു അല്ലേ. ഹല്ലേലൂയ, കർത്താവ് പണിഞ്ഞ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതായത് വലിയ വീട്, കാറ്, ലോറി, ഹല്ലേലൂയ സകലതുമാണ്, അതൊന്നും അല്ലെന്ന്. ഇതാ ഹല്ലേലൂയ ചിന്തിക്കാത്ത വഴിയിൽ സാഹചര്യത്തിന് മധ്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച ചില വ്യക്തി ജീവിതങ്ങളിൽ നടുവിലുണ്ട്. ഹല്ലേലൂയ, നീ കണ്ടിട്ടില്ല, ഹല്ലേലൂയ, നീ ചിന്തിക്കണ്ട, നീ ഭാരപ്പെടണ്ട. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂടെ ഇല്ലയോ? ഹല്ലേലൂയ, വ്യാഴവട്ടക്കാലം പോകത്തില്ല മോനെ. ഹല്ലേലൂയ, വ്യാഴവട്ടക്കാലം പോകത്തില്ല. ഹല്ലേലൂയ, റബൽ ഖമന ദിഗബല വരബ ക്ഷമന. ഹല്ലേലൂയ, വേഗത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം നവംബർ ഹല്ലേലൂയ 12-ാം തീയതിക്ക് മുൻപേ ചിലരുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ഒരു പണി ദൈവം നടത്തി. കർത്താവ് അവരെ കർത്താവിന്റെ വലയിലേക്ക് വീശിയെടുത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ, ദൈവം അവരെ ഹല്ലേലൂയ ചൂണ്ടയിൽ കൊളുത്തി കൊണ്ടുവരും. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരുടെയും കണ്ണിലും കണ്ടിട്ടില്ല, ആരുടെയും ചെവിയിൽ കേട്ടിട്ടില്ല, ഹല്ലേലൂയ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയല്ലേ പറയുന്നത്? എന്തോ വിഷയം, ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്നേ. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവമോ ഹല്ലേലൂയ നമുക്ക് അവൻ്റെ ആത്മാവിനാൽ ഹല്ലേലൂയ സകലതും വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയല്ലയോ? ഹല്ലേലൂയ. പിന്നെന്തോ ഈ പ്രവചനം, പിന്നെന്താ ഈ ഹല്ലേലൂയ വെളിപ്പാട്? ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർക്ക് ദൈവം പ്രവചനപരത്തിലൂടെ, ഹല്ലേലൂയ വെളിപ്പാടിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവം അറിയിച്ചു കൊടുക്കും. അതാണ് പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ ഹല്ലേലൂയ അവൻ നമുക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കേണ്ടത് ആവശ്യ ഘടകമാണ്. പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ കാര്യാദികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഈ സഭയിലെ എല്ലാവരും പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണോ? ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഇന്ന് തന്നെ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് തന്നെ ഹല്ലേലൂയ നിങ്ങൾ കൃപാവര ശുശ്രൂഷ, അതായത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചിരിക്കണം. അതിന്റെ പ്രത്യക്ഷ ലക്ഷണമായിരിക്കുന്ന ഹല്ലേലൂയ അന്യഭാഷ നിങ്ങൾ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ, മസ്റ്റാണ്. ഹല്ലേലൂയ. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് ഹല്ലേലൂയ അന്യഭാഷയെക്കുറിച്ച് അല്ലേ. ഹല്ലേലൂയ സ്നാനവും അന്യഭാഷയും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ വെറുക്കപ്പെടുന്ന കാര്യങ്ങളാ. എന്തിനാ സ്നാനം? ഹല്ലേലൂയ. എന്തിനാ അന്യഭാഷ? മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ അല്ലേ. ഹല്ലേലൂയ, മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ. അത് നിനക്ക് തിരിച്ചറിയാമോ? അത് നീ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ലോകത്തിലെ എല്ലാ ഭാഷയും നിനക്ക് അറിയത്തില്ലല്ലോ, അറിയാമോ? ടിജോ ഇപ്പം ഹല്ലേലൂയ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ഭാഷയും മോൻ അറിയാമോ? ഇല്ലെന്നേ.
ഹല്ലേലൂയ. സംസ്കൃതത്തിൽ 4 വാക്ക് പറഞ്ഞ് ഇവിടെ ആർക്കെങ്കിലും വല്ലതും അറിയാമോ? ഇല്ലെന്ന്. ലോകത്തിൽ പല ഭാഷകളും ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാ അന്യഭാഷ. അത് വേണ്ടാന്ന് വെക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ നീ അഭിഷേകം പ്രാപിച്ചവനാണെന്ന് അറിയുവാൻ ഹല്ലേലൂയ നിനക്ക് അന്യഭാഷയെ കർത്താവ് തരും. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അഭിഷേകം എനിക്ക് വേണം കർത്താവേ. അഭിഷിക്തന്മാരുടെ കൈവയ്ക്കുമ്പോഴും ഞാൻ ഹല്ലേലൂയ, അപ്പോൾ മാത്രമല്ല എനിക്ക് അഭിഷേകം ലഭിക്കുന്നത്, ആത്മീയ കൃപ ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആത്മീയ കൃപ ലഭിക്കുന്നത് അന്നേരം മാത്രമല്ല, ഹല്ലേലൂയ ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ എന്നെ തട്ടി ഉണർത്തിയിട്ട് കർത്താവ് പറയും ഹല്ലേലൂയ നീ എഴുന്നേൽക്കാൻ പറയും. അപ്പോൾ തരുന്നൊരു ഭാഷ, കർത്താവ് ഇതിൻ്റെ വായിൽ തരുന്നൊരു ഭാഷയുണ്ട്. ചിലപ്പോൾ നീ ഹല്ലേലൂയ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും അനുഭവമാണോ? ഞാൻ പ്രാർത്ഥനയുടെ നടുവിൽ അന്യഭാഷ പ്രാപിച്ചതെന്ന്. നടന്ന് ബസ്സിൽ പോയ വ്യക്തികൾ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചവരില്ലേ? അന്യഭാഷ പ്രാപിച്ചവരില്ലേ? എടുത്തറിയാൻ വയ്യാത്തൊരു കറണ്ട് അടിച്ചതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവരില്ലേ? നിന്റെ നാവ് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഹല്ലേലൂയ, നാവിനെ നീ അങ്ങ് വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ, കർത്താവ് അതിനെ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ അവൻ നമുക്ക് ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ ഒരു പുതിയ ശക്തി. നിങ്ങൾ ചോദിച്ചല്ലേ ഹല്ലേലൂയ മോളെ, ഹല്ലേലൂയ ഒരൊറ്റ വാക്ക് കൊണ്ട് നീ ഒതുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ ഒരു റിബാരവ കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ ഒരു ലാ കൊണ്ട് ഒതുങ്ങി. ലാ എന്ന് പറഞ്ഞ വാക്കിന് അനേക അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ ലാ എന്ന് പറഞ്ഞ വാക്ക്, പറയും ചിലർ പറയും നിങ്ങൾ ലലല എന്ന് പറഞ്ഞിരിക്കുവാന്നോ ചോദിക്കും. അതിനൊക്കെ അനേകം അർത്ഥങ്ങളുണ്ട്. താ എന്ന വാക്കിന് ഹല്ലേലൂയ അനേകം അർത്ഥങ്ങളുണ്ട്. ഹല്ലേലൂയ. ലായ്ക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ ഒരു കാര്യം തമാശ രൂപത്തിൽ പറയട്ടെ. ഞാൻ നേപ്പാളിൽ ചെന്നപ്പോൾ അവിടെ ഓക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരി, അച്ഛ എന്ന് പറയുന്നവർ പറഞ്ഞു ലാ 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 എന്ന് പറയുന്നത്. അപ്പോൾ ലായ്ക്ക് അർത്ഥമുണ്ടോ? ആമേൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ആമേൻ. അതെ, യെസ്, ഓക്കെ എന്നാണ് ലാ എന്ന വാക്കിന് അർത്ഥം നേപ്പാൾ ഭാഷയിൽ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗീയ ഭാഷ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകളെ നിങ്ങൾ മറച്ചു വെക്കരുത്. ഞാൻ അതിന് പറയട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾ സ്വർഗീയ ഭാഷയ്ക്ക് വിരോധമായി കേൾക്കുകയോ സംസാരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ക്ഷമ ചോദിച്ചോ. കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ നാവിനെടുത്ത് ഉപയോഗിക്കും. ദൈവം വലിയ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ മതിയായവൻ. ഹല്ലേലൂയ. ആത്മാവ് ഹല്ലേലൂയ സകലത്തെയും അറിയുന്നു. ഹല്ലേലൂയ. കൃപാവരം പ്രാപിച്ച നമ്മൾ, ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ച നമ്മൾ പിന്നെ എങ്ങനെയാ നടക്കുന്നതെന്ന് അറിയാമോ? അവൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസിലായിരിക്കും. ഹല്ലേലൂയ. പാപത്തെയും നീതിയെയും കുറിച്ച് ലോകത്തിന് ബോധം വരുത്തി കൊടുക്കാൻ പോകും. അപ്പം നമുക്ക് എങ്ങനെയും ജീവിക്കാം അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നതാണോ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നോക്കിയേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ പാപത്തെയും നീതിയെയും കുറിച്ച് ഹല്ലേലൂയ അവൻ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല ബോധം വരുത്തുന്നത്, ലോകത്തിന് ബോധം വരുത്തി കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത് ആണോ? ഹല്ലേലൂയ. ബോധം വരുത്തണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നടക്കുന്നവരായിരിക്കണം. ലോകപ്രകാരം ഞാൻ ജീവിച്ചിട്ട് മറ്റുള്ളവരെ പരിശുദ്ധാത്മാവിനെ നടക്കാൻ പ്രേരിപ്പിച്ചാൽ ഹല്ലേലൂയ അതെന്താണ് പ്രയോജനം? ഹല്ലേലൂയ. നിന്റെ മേൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിന്നെ വിശന്ന് വിളിക്കുന്നവനെ, നിന്നെ ക്ഷീണിച്ച് വിളിക്കുന്നവനെ, നിന്നെ തകർന്ന് വിളിക്കുന്നവനെ ഒരു വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തുവാൻ ദൈവമിടയാക്കും. എൻ്റെ അനുഭവമാ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, കർത്താവ് ഈ വീട്ടിനകത്ത് ഞാനിരുന്ന് ഒതുങ്ങിപ്പോയോ എന്ന്. ഹല്ലേലൂയ. അന്നേരം ചിന്തിക്കുന്ന നിമിഷങ്ങളിലായിരിക്കും കർത്താവ് ആരിലൂടെയെങ്കിലും നമ്മളെ ഒന്ന് വിളിക്കുകയോ നമ്മളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുക ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹമാ അത് കേട്ടോ. ഹല്ലേലൂയ. അവരെ വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഹല്ലേലൂയ വചനം കൊണ്ട് ബലപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന വഴികളാതൊക്കെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മസ്റ്റായിട്ട് ഹല്ലേലൂയ ഇതിനകത്ത് ഇരിക്കുന്നവർ വെറും ഹല്ലേലൂയ വിശ്വാസിയായി പോകാതെ ഹല്ലേലൂയ സ്നാനപ്പെട്ടു, ഹല്ലേലൂയ സഭയിൽ ചേർന്നു മതി, രജിസ്റ്ററിൽ പേരെഴുതി ഇത്ര ആഴ്ചവട്ടക്കാലം ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഹല്ലേലൂയ അതെനിക്ക്
പ്രാപ്തിയായി തീരും എന്നൊക്കെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയേരെ. ഹാലലി, ഞാൻ പച്ചയ്ക്ക് പറയാം, ഹാലലി, നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറയെ ദൈവം ഇതിനകത്ത് കൊണ്ടുവരും. നിങ്ങൾ അല്പകാര്യത്തിന് വേണ്ടിയാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ, ഹാലേലി, തൽക്കാലത്തിന് വേണ്ടിയാണ്, കുറച്ച് നാൾ അവിടെ പോയി സുഖം പ്രാപിച്ചു, ഹാലേലി, കാര്യങ്ങളൊക്കെ നടന്നു, ഓക്കെ ആയി, ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. 99 പോയി സ്നാനപ്പെട്ടിട്ട് വന്ന് ആരോടും പറയാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇരിക്കുക. സ്നാനം ഇല്ല കേട്ടോ. ഹാലേലി, പറയുന്നത് എന്താ? സ്നാനമില്ല. അറിയാം സ്നാനമുണ്ട്, സ്നാനപ്പെട്ടതാ. അനുഭവിച്ചത് ഹാലേലുയ ചില്ലറയല്ല, സ്ട്രഗിളുകൾ, ഹാലേലുയ വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഹാലേലു ഉപേക്ഷിക്കപ്പെടലുകൾ എല്ലാം നാനാവശത്തു നിന്ന് ആരും ഹെൽപ്പില്ലാതായി, ഹാലേലൂയ ഒരിടത്തും ആശ്രയമില്ലാതായി തീർന്നു. ഹാലേലു കുഞ്ഞുങ്ങൾ ഹാലേലുയ നഷ്ടപ്പെട്ടു പോകുമെന്ന് വരെ ആയി തീർന്നു. ഹാലേലുയ, ഹാലേലുയ കുഞ്ഞിലൂടെ, തലമുറയിലൂടെ ഹാലേലു കർത്താവിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെയും ജീവിതത്തിൽ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഹാലേലു ഇതിനകത്ത് വന്നിരുന്ന് വെറും വിശ്വാസിയായി, ഹാലേലൂയ പേര് മാറ്റിയോ അല്ലെങ്കിൽ സഭ മാറിയോ ഇതൊന്നും അല്ല. ഹാലേലൂയ, നിങ്ങൾ ആത്മാവിൽ നടക്കുന്നവരായി തീരണം. നിങ്ങൾ ലോകത്തിന് ആത്മാവിന് ഹാലേലൂയ പ്രവർത്തികളെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കുന്നവരായി തീരണം. ആമേൻ, ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹാലേലൂയ ദൈവം നമ്മളെ ഹാലേലൂയ അടുത്ത സ്റ്റെപ്പിലേക്ക് കർത്താവ് കൊണ്ടുപോകും. ഹാലേലൂയ, ഹാലേലൂയ. അതാ പറയുന്നത്, ദൈവം ഹാലേലൂയ നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ഹാലേലൂയ ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എന്ത് ചെയ്യും? ഹാലേലൂയ, ഹാലേലൂയ ദൈവാത്മാവിനെ കുറിച്ച് അറിയാൻ തുടങ്ങും. അല്ലേ? ഹാലേലൂയ. ദൈവാത്മാവ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വേദന വരുമ്പോൾ അടുത്തതിന് കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്? ബൈബിളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങും. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. എരിശത്തി എന്നോട് അനുകൂട്ടം ചോദിച്ചു, ആൻറ്റി ഇതൊക്കെ എങ്ങനെയൊന്ന് പഠിച്ചത്? ഞാൻ പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കാൻ ആരുമില്ല. ഹാലേലൂയ, നിനക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. നീ താന്നിരിക്കുക ദൈവത്തിന്റെ വാദപീഠത്തിൽ, വചനം വായിക്കുക, എനിക്ക് ബുദ്ധി താ കർത്താവേ എന്ന് പറ. ആമേൻ, ഹല്ലേലൂയ. പിന്നീട് എന്നോട് സംസാരിക്കുന്നൊക്കെ വചനം മാത്രം, മണിക്കൂറുകൾ വചനം മാത്രം സംസാരിക്കാൻ തുടങ്ങി. ഹാലേലൂയ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കേട്ടോ. അതാ പറയുന്നത്, നമുക്കോ ഹാലേലൂയ ദൈവം ഹാലേലൂയ സകലത്തെയും ആരാഞ്ഞറിയുന്ന ദൈവം ഹാലേലൂയ തൻ്റെ ആത്മാവിനെ പകരുമ്പോൾ ആത്മാവ് ഹാലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഹാലേലൂയ, ആത്മാവ്, ദൈവാത്മാവ് ഹാലേലൂയ ആഴങ്ങളെ വരെയും ആരായുന്ന ദൈവമാ. ഹാലേലൂയ, ആരായണ്ടേ? ദൈവിക സത്യങ്ങളെ കുറിച്ച് അറിയണ്ടേ? ഹാലേലൂയ, ഹാലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുവായി ജീവിച്ചിരുന്ന വ്യക്തിയാ. ഹാലേലൂയ, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ ഹാലേലൂയ എനിക്ക് പലരോടും പറയണമെന്ന് ആഗ്രഹമായി. കർത്താവ് വലിയവനാണ്. സ്വീകരിച്ചവർ സ്വീകരിച്ചു, ഹാലേലൂയ റിജക്റ്റ് ചെയ്തവർ റിജക്റ്റ് ചെയ്തു. ഹാലേലൂയ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, നമ്മൾ പറയുക. ആമേൻ, നമ്മൾ പറയുക. ഹാലേലൂയ, കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഹാലേലൂയ, ഹാലേലൂയ. ഇതൊന്നും നമ്മൾ പറയാതെ ഇരുന്നാൽ, മറച്ചു വെച്ച് ഇരുന്നാൽ നാളെ നമ്മുടെ തലമുറയാ പിന്നെ ഹാലേലൂയ അതിൻ്റെ സ്ട്രഗിൾ അനുഭവിക്കുന്നത്. വാസ്തവമായ കാര്യം കേട്ടോ. ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ റെനി ഇബ്രഹാം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കണ്ടല്ല കർത്താവ് വിളിച്ചത്, നിങ്ങളുടെ തലമുറയെ കണ്ടാണ്. ഹാലേലൂയ. അബ്രഹാമിലൂടെ ഒരു വാഗ്ദത്ത സന്തതി ഹാലേലൂയ അവന്റെ പിന്നാലെ വരുന്നെന്ന് അറിഞ്ഞത് കൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നത്. ഹാലേലൂയ. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കടം കാരണം ആത്മഹത്യ ചെയ്യാനിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒത്തിരി കടമൊന്നും ഇല്ലായിരുന്നു. ഒരു 50,000 രൂപ, അന്ന് 50,000 രൂപ എന്ന് പറഞ്ഞാൽ 28 വർഷത്തിനൊക്കെ 50,000 എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല അല്ലേ? നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ 50,000 രൂപ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ 50,000 രൂപ എടുക്കാനില്ലാഞ്ഞ് പട്ടാളത്തിൽ നിന്ന് റിസൈൻ മേടിച്ച് വീട്ടിൽ വന്നൊരു ഓട്ടോയും ഓടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോയതാ അന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജെസിമാമയും ഞാനും ഹാലേലൂയ മുട്ടിമേലിരുന്ന് ദൈവസന്നിധി കരഞ്ഞു. ജെസിമാമയുടെ അമ്മയൊക്കെ പ്രാർത്ഥിച്ചു.
അതിന് മറക്കാൻ പറ്റുന്നൊരു അനുഭവങ്ങളല്ല കേട്ടോ. ഹാലലൂയ, ദൈവം ഹാലലൂയ ഒരു വലിയ വിടുതൽ ദൈവം എനിക്ക് അയച്ചു. ഞാൻ കരുതി വെച്ചിരുന്ന പൈസ അത് ഹാലലൂയ ആ എമൗണ്ടിൽ നിന്ന് എനിക്ക് 50,000 ലോൺ അടയ്ക്കാനെ കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ 45,000 രൂപ മാത്രം അടച്ച് തിരികെ വരുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. ഇനി ഇടയ്ക്കൂടെ കയറി പറയട്ടെ, ഈ കടമെന്നൊക്കെ പറയുന്ന ഒരു കെണിയാണ് കേട്ടോ. ഒരു ശാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ അവർ കടമോ ലോണോ ഒന്നുമില്ല. ഞാൻ എന്ന് പുള്ളിയുടെ ലൈഫിലേക്ക് വന്ന് അന്ന് മുതൽ ലോണാണ്. ഹല്ലേലൂയ, ഞാൻ ലോൺ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഹല്ലേലൂയ, എൻ്റെ അമ്മയും അപ്പനും എന്ത് വേണമെങ്കിലും ലോൺ എടുക്കും. ഹല്ലേലൂയ, അതൊരു കെട്ടാന്നേ. അല്ല, നിങ്ങളിതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ ഒരു കുറച്ച് നാളെ അറിഞ്ഞുള്ളൂ ഈ പാരമ്പര്യ ബന്ധങ്ങളും പാരമ്പര്യ ശാപങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. അതുവരെ ഞാൻ പറഞ്ഞു, ക്രിസ്തുവിലായാലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവന് പിന്നെ ഒന്നും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം എന്തെങ്കിൽ നമുക്ക് ലേബർ റൂമിൽ പോയി കിടന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് ഹല്ലേലൂയ ഉപജീവനം കഴിക്കേണ്ട കാര്യം ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കെട്ടുകളുണ്ട്. ഹല്ലേലൂയ, ചില ലോണുകൾ, നമ്മളെ കുടുക്കിലാക്കുന്ന ചില പദ്ധതികൾ, ഹാലലൂയ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി കിടന്ന പദ്ധതികൾ ആരിലൂടെയാണ് കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, തിരിച്ചറിവ് വരുമ്പോൾ ഹല്ലേലൂയ അതിനെ അതിൻ്റെ ബന്ധനത്തെ പൊട്ടിച്ച് പുറത്തിറങ്ങുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. പിന്നൊരു കാര്യമുണ്ട്, ചിലരുടെ മേൽ ഈ കടഭാരങ്ങൾ വന്നാൽ ഹല്ലേലൂയ പിശാച് വിചാരിക്കും ഈ പ്രാവശ്യവനെ ഒതുക്കി, ഈ ഒരു കാര്യത്തിലൂടെ ഒതുക്കി അങ്ങ് തീർത്ത് കളയാന്ന് വിചാരിക്കും. എന്നാൽ കർത്താവ് പറയും, അവൻ്റെ ആ കടം തീരുന്നത് അനേകരം കടക്കാരെ കൊണ്ടുവന്ന് ഇതിൻ്റെ നടുവിൽ കൊണ്ടിടും. ഒരു ദാവീദിനെ ഹല്ലേലൂയ അവനെ ഗഹുരങ്ങളിലേക്ക് അയച്ചിട്ട് ഹല്ലേലൂയ അവനെ വനാന്തരങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, അവനോടൊപ്പം ചേർന്ന് വന്നത് ആരാണെന്നറിയാമോ? മുടന്തര അല്ലേ? ഹല്ലേലൂയ, കൊള്ളരുതാത്ത വരുന്നേ, കടക്കാരാണെന്നേ. ഹല്ലേലൂയ, സമൂഹത്തിന് മേൽ ഭ്രഷ്ടരായിരിക്കുന്നവരാണെന്നേ. ഹല്ലേലൂയ, ചേർത്ത് നിർത്തിയവരൊക്കെയും ഹല്ലേലൂയ സഭയോട് പറഞ്ഞോളട്ടെ, ചേർത്ത് നിർത്തിയവരൊക്കെയും ചേർന്ന് വന്നവരൊക്കെയും ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ട് വലിയ ആൾക്കാരൊന്നും അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്ക്ഗ്രൗണ്ട് വലിയ ആൾക്കാരല്ലയോ? നീ നോക്കിക്കോ. ഹല്ലേലൂയ, നിന്റെ നേരെ യുദ്ധത്തിന് വരുന്നവരുടെ നേരെ നിന്റെ പിന്നണിയിൽ നിൽക്കുന്നവർ ഹല്ലേലൂയ യുദ്ധം ചെയ്യുന്നവരായി തീരും. അവര് എറിയുവാൻ മിടുക്കരായി മാറും. ദാവീദിന്റെ മേലുള്ള അഭിഷേകം അവരുടെ മേൽ പകരും. ഹല്ലേലൂയ, അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും ഹല്ലേലൂയ യുദ്ധം ചെയ്യുന്നവരായി തീരും. Receive in the name of Jesus. Hallelujah. ഞങ്ങളുടെ സഭ തുടങ്ങിയപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ ഇന്റർകാസ്റ്റ് മാരേജ്, ലവ് മാരേജ്, അല്ലെങ്കിൽ ഹല്ലേലൂയ കടം കൊണ്ട് മുടിഞ്ഞു പോയത്, ഇതൊക്കെയാ. ഹല്ലേലൂയ, കർത്താവ് നിറച്ചു അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, വന്നവരെത്രയും ശുശ്രൂഷക്കാരാ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോഡരികെ കടന്നതൊക്കെ ഇപ്പം സഭയുടെ നടുവിൽ പുൽപ്പിറ്റിൽ കയറി ഇന്ന് പ്രസംഗമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും വേണ്ടാന്ന് പറഞ്ഞതൊക്കെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഞാൻ വന്നത് വെറുതെ ആയി പോയോ എന്ന് ചിന്തിച്ചും എത്ര നാൾ വന്ന് കുറച്ച് നാൾ വന്നിട്ട് പോകാമെന്ന് ചിന്തിക്കുന്നവരെ ഹല്ലേലൂയ അങ്ങനെയോടുള്ളവരോടല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഹല്ലേലൂയ, എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു അവന്റെ പാദപീഠത്തിൽ നിർത്തിയെങ്കിൽ ഹല്ലേലൂയ എന്നെ ദൈവം അവന്റെ ഹല്ലേലൂയ ആഴങ്ങളെ ആരായുന്നവനാക്കി തീർക്കും. ദൈവം ഹല്ലേലൂയ ആഴങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരായുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും. മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആർക്കും അറിയുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാ മനുഷ്യൻ്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? ഹല്ലേലൂയ. ഞാനതാ പറഞ്ഞത്, ഇവിടെ ഇരുന്ന് അല്പനാളുകൾ കൊണ്ട് ഹല്ലേലൂയ കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. അല്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ തിരിഞ്ഞവർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മച്ചി ഇറങ്ങി തിരിച്ചു, നനഞ്ഞു, കുളിച്ചു. ഹല്ലേലൂയ. എന്തായാലും ഇതിനകത്താ. ആമേൻ. ഹല്ലേലൂയ. ഒരു ശക്തിക്കും വേർപിരിക്കാൻ സാധിക്കുകയില്ല. വേർപിരിക്കാൻ ചിലർ വരും. പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. സ്നാനപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം. ഇനി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഹല്ലേലൂയ ഒരു പിന്മാറ്റം ഉണ്ടാകാൻ പാടില്ല. നീ ധൈര്യത്തോടെ നിന്നാൽ നിനക്ക് ആഴങ്ങളെ അറിയുവാൻ
ചെയ്യുവാൻ ദൈവം നിനക്ക് കൃപ തരും. ഇറങ്ങ്, ആഴി നോക്കണ്ട മോളെ, ആഴം ആരായണ്ട. ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പാടിക്കൊണ്ടുന്ന പാട്ടാ. കർത്താവ് നിന്നോട് പറയാൻ പറയുന്നു, നീ ഇറങ്ങ്. ഹല്ലേലൂയ. പ്രിയന്റെ വലങ്കര പിടിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതിൽ നിന്ന് നിന്നെ പിന്നോട്ട് വലിക്കുവാൻ പിള്ളേർ പാലന് പദ്ധതി ഇടുമ്പോൾ വിട്ടുകള. ആ ബന്ധം വേണ്ടാന്ന് പറ. അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ദൈവഹിതമില്ലാത്ത ബന്ധത്തെ റമന ശാന്തുന എല്ലാത്തിനും വിട്ടുകള. ഇതൊരു പ്രത്യേകതയാ, ഇതൊരു പ്രത്യേകതയാ ഇത്. ഹല്ലേലൂയ. ഇല്ലാത്ത ആചാരങ്ങളുടെ പിറകെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ, എനിക്ക് കൊച്ചുമക്കളുണ്ടായി 2 പേര്. ഹല്ലേലൂയ. 2 മക്കളെ 28 കെട്ടാൻ പോയില്ല കേട്ടോ. പ്രസവത്തിന് വിളിക്കണമെന്ന് പറയാൻ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങോട്ട് കൊണ്ടാക്കി. 8 മാസമായപ്പോൾ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവളെയും കൊണ്ടാക്കി. അവിടെ കൊണ്ടാക്കിയിട്ട് പ്രസവം കഴിഞ്ഞൊരു 3 മാസം 2.5 മാസമായപ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ടൊന്ന് 28 കെട്ടിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. കാഴ്ച സൗന്ദര്യം വലുതൊന്നും അല്ലെങ്കിലും ദൈവം, മോനെ, ദൈവം ഹല്ലേലൂയ വലിയ സൗന്ദര്യത്തെ ദൈവം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അലങ്കരിക്കാൻ പോയില്ല. ഹല്ലേലൂയ. ദൈവം എങ്ങനെ തന്നോ അതുപോലെ വളർത്തി. ഹല്ലേലൂയ. നമ്മളൊരു മാതൃക അവർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം അതുപോലെ വളർന്നു വന്നോളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് വന്നിട്ട് നാളെ ഒരു സമയത്ത് വന്നത് കേട്ടത് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ചിലത് കിട്ടാതെ പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൽപ്പനയിലേക്കൊന്ന് ഇറങ്ങ്. ആഴമായി ദൈവത്തിൻ്റെ വചനത്തിലേക്കൊന്ന് ഇറങ്ങി നോക്ക്. ഹല്ലേലൂയ. ചിലത് പ്രാപിക്കാൻ ദൈവം ഇടയാക്കും. ഒന്നുമില്ലാതെ വന്ന് പറയുന്ന അല്ല കേട്ടോ. എൻ്റെ മക്കൾ 3 പേരും ഹല്ലേലൂയ വൈദേശിക മണ്ഡലത്തിൽ ജോലി ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ദൈവം ഹല്ലേലൂയ ഒന്നും വാങ്ങിക്കാതെ സുവിശേഷ വേല ചെയ്യുവാൻ കൃപ തരണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ദൈവം മാനിച്ചു തരും. ഹല്ലേലൂയ. കടഭാരമാണോ മാറ്റും. നിന്റെ രോഗമാണോ മാറ്റും. ഹല്ലേലൂയ. നിന്റെ പ്രതികൂലമാണോ മാറ്റും. നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയോ, ഭാരപ്പെടണ്ടെന്നേ, വരും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകത്തില്ല, ദൈവം മടക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലതിനെ വിടാൻ റെഡിയാണെങ്കിൽ, ലോകത്തിൻ്റെ ഹല്ലേലൂയ അവസ്ഥകളെ വിടാൻ റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ ലോകത്തിൻ്റെ കാഴ്ചകളും ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ നൽകിയതൊക്കെ അറിയാനായി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. എല്ലാം ദൈവം നമുക്ക് തന്നതൊക്കെയും അറിയുവാനായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് സകലത്തെയും അറിയുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അതുപോലെ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനെ കെടുത്തിക്കളയരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്. ഒരാൾ അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അവർ കൈത്താങ്ങൽ കൊടുത്ത് അവനെ മുന്നോട്ട് കൊണ്ടുപോകുക. അവൻ പാടി ആരാധിക്കുന്നുണ്ട്, ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ട് അവനെ ഹെൽപ്പ് കൊടു. ഹല്ലേലൂയ. അവന് പിന്നിലിരുന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. അതുപോലെ പ്രവചനം നിങ്ങൾ തുച്ഛീകരിക്കരുത്. കേൾക്കുന്ന പ്രവചനത്തെ റിസീവ് ചെയ്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് പൊയ്ക്കോ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരുമത്. ഹല്ലേലൂയ. എഴുതി വെൽക്ക്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിച്ചവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ കേൾക്കുന്ന പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഹല്ലേലൂയ മരണകരമായ പാപം, അല്ലേ, മരണത്തിനൊത്ത പാപം. എന്താ അത്? ഹല്ലേലൂയ. എന്താ അത്? ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലെന്ന് മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ല, നിത്യത ലഭിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്താ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നോ, അതിനെ നമ്മൾ കുറ്റം പറയുന്നത് എങ്ങനെയാണെന്നറിയുമോ? നമ്മൾ പക്ഷേ ആരാധിക്കും, നമ്മളങ്ങനെ ചെയ്യത്തില്ല. അറിയാം, നമ്മൾ കിട്ടിയ ഒരു ലിങ്ക് പരിശുദ്ധാത്മാവിനെതിരെ പ്രസംഗിക്കുന്ന, അഭിഷേകത്തിനെതിരെ ഹല്ലേലൂയ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഒന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത അവർ സംസാരിച്ചോട്ടെ. നമ്മളെന്തിനാ കേൾക്കാൻ പോകുന്നേ? അഭിഷിക്തന്മാർക്ക് വിരോധമായി സംസാരിച്ചാൽ, അഭിഷിക്തന് വിരോധമായി സംസാരിച്ചാൽ, നമ്മുടെ ദൈവദാസന് വിരോധമായി സംസാരിച്ചാൽ, ആരോ ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം പറയുന്ന ആരെ ആയിക്കൊള്ളട്ടെ, നമ്മൾ വിമർശിക്കാൻ പാടില്ല. ഹല്ലേലൂയ. പറഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് ക്ഷമിക്കുന്നതല്ല, കർത്താവ് തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കുമെന്നാണ് പറയുന്നത്.
അല്ലേ? ആരെങ്കിലും ദൈവാത്മാവിനോടോ ഹാലേലി ദൈവദാസന്മാർക്കോ വിരോധമായി ഹാലേലി സാക്ഷ്യം പറയുകയോ, സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി, വലിയ പാപത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഹാലേലുയ, വലിയൊരു തെറ്റിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഹാലേലി ദൈവമക്കളെ, ഹാലേലുയ, ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുക. ഹാലേലുയ, ദൈവം ഹാലേലിയ പരിശുദ്ധാത്മാവിനെ നൽകിയത് ഹാലേലിയ നമ്മളെ ഹാലേലിയ അവൻ്റെ ആഴങ്ങളെ അറിയുവാനാണ്. അതുകൊണ്ട് ഹാലേലിയ ഇങ്ങനെയുള്ള കാര്യം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊന്നിലും ഇടപെടുവാൻ പാടില്ല. ഹാലേലുയ, അത് ഇടപെട്ടാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം ക്ഷമിക്കുകയില്ല. ഹാലേലിയ ദൈവമക്കളെ, ഹാലേലി നിങ്ങളുടെ ജീവിതത്തിന്മേൽ എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുകയോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാലേലി അഭിഷിക്തന്മാർ ഇന്ന് ഒരുപാട് പേർക്കുണ്ട് അല്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഊതിയ വീഴുമോ? ഹാലേലുയ, തള്ളിയ വീഴുമോ? അത് വീണത് ശരിയായോ? വീണത് എങ്ങനെയാണ്? ഹാലേലി ആ പറഞ്ഞ പ്രവചനം കറക്റ്റായിരുന്നോ? അത് കറക്റ്റാണോ? ഇത് കറക്റ്റാണോ എന്നൊക്കെ നമ്മൾ ഹാലേലുയ കുറ്റം പറയാൻ നിൽക്കും. എടാ, നീ തൊട്ടിട്ട് വീഴാത്തവർ വേറൊരുത്തൻ തൊട്ട് വീണാൽ അത് ശരിയല്ലെന്ന് പറയാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഹാലേലുയ, ഹാലേലു. ഒരു അഭിഷിക്തൻ സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നത് 10 മീറ്റർ അത്രയും ദൂരത്തിൽ പോയിരുന്ന ഞാൻ ഒരു പവറെന്നൊരു വാക്ക് പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് തെറിച്ചങ്ങ് ഏറ്റവും പുറയിൽ പോയി. എനിക്ക് പറയാൻ പറ്റത്തില്ല, ശക്തി കൊണ്ട് വീഴാൻ പറ്റത്തില്ലെന്ന്. അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാലേലി ഷെയർ ചെയ്യാതിരിക്കുക. അഭിഷിക്തന്മാർ നടക്കുന്ന കൃപാവര ശുശ്രൂഷകൾക്കെതിരെ നിങ്ങൾ ഷെയർ ചെയ്യുകയോ സംസാരിക്കുകയോ പറയുകയോ ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഹാലേലി ക്ഷമിക്കപ്പെടാത്ത പാപമായി മാറും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഹാലേലുയ, ഹാലേലി ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെതിരെ സംസാരിക്കരുത്. പിന്നെയോ ഹാലേലി ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ ജീവിക്കുക. ഹാലേലുയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാനായി ദൈവസന്നിധിയിൽ താന്നിരിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു ഹാലേലുയ, നിങ്ങൾ ഹാലേലിയ പരിശുദ്ധ ആത്മാവിന് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിച്ചാൽ ഹാലേലിയ സ്വർഗസ്ഥനായ പിതാവ് ഹാലേലിയ നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം തരും.